ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വരുണിന് രാധികയോട് എന്നുമില്ലാത്ത വല്ലാത്തൊരു പ്രണയം തോന്നുന്നു. അതുപോലെ തന്നെ രാധികയ്ക്ക് വരുണിനോടും. രണ്ടുപേരും ഒരുമിച്ച് ആ കുങ്കുമം ഇട്ടതുകൊണ്ടാണെന്ന് പ്രിയങ്കയ്ക്കറിയാം. ഇന്ന് ഓഫീസിൽ പോലും പോകാതിരിക്കുകയാണ് വരുൺ. അതുപോലെ തന്നെ രാധിക മ്യൂസിക് സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ആദ്യം ഒന്ന് നോക്കി നിന്നിട്ട് അവരെന്താ തിരിച്ചു വന്നത് എന്നൊക്കെ വരുൺ രാധികയോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്നു, എനിക്കിന്ന് പോവാൻ തോന്നിയില്ല എന്നൊക്കെ ഇങ്ങനെ രാധിക പറയുന്നുണ്ട്. എന്നിട്ട് വരുണിന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറയുന്നുണ്ട്. എനിക്ക് ജോലിയുണ്ട്, ഞാൻ അടുക്കളയിലേക്ക് പോവുകയാണെന്ന്. എന്ത് ജോലി? ഞാനും വരുന്നു എന്ന് വരുൺ പറയുന്നുണ്ട്. രാധിക പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് രാധികയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് വരുൺ രാധിക ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു. രണ്ടുപേരും പ്രണയത്തോടെ റൊമാൻറ്റിക്കോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് വരുണിനെ തട്ടിമാറ്റി രാധിക താഴേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. വരുണും പിന്നാലെ ഓടി വരുന്നു. വരുൺ വരുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. പെട്ടെന്ന് രാധിക കിച്ചണിലേക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നു. തൊട്ടരികിൽ വരുണും. ഇതെന്തിനാ എന്റെ പുറകെ വരുന്നത്? വീട് നിറച്ച ആളുണ്ട് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, എങ്കിലേ നമുക്ക് ആരും ഇല്ലാത്ത എവിടെയെങ്കിലും പോയാലോ? അതാണോ ഞാൻ പറയുന്നത്? മുറിയിലെങ്ങാണോ ഒന്ന് പോയിരിക്കെ, എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട് എന്ന് രാധിക പറഞ്ഞു. എന്നാൽ വരുൺ രാധികയുടെ പിറകെ നിന്നും മാറുന്നില്ല. ഞാനേ ഇവിടെ ഇരിക്കാം, താൻ ജോലി ചെയ്യുന്നത് കണ്ടോണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം എന്ന് വരുൺ പറയുന്നു. എടുത്ത സാധനങ്ങൾ അതുപോലെ തന്നെ രാധിക ആ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. രാധിക പെട്ടെന്ന് ചൂലെടുക്കുകയാണ്. ഞാൻ മാറാല അടിക്കാൻ പോവുകയാണ്, ഇവിടെ തന്നെ ഇരുന്നോണം എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു, എന്നാ പിന്നെ ഞാനും കൂടി വരുന്നു. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് രാധിക. എന്നാൽ വരുണിന്റെ അരികിൽ നിന്ന് രാധികയ്ക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. കുറച്ച് മുന്നോട്ടേക്ക് വെച്ചിട്ട് പിന്നെയും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രണയത്തോടെ വീണ്ടും രാധിക വരുണിനെ നോക്കുമ്പോൾ വരുൺ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു പുഞ്ചിരിയോടെയാണ് രാധിക നോക്കുന്നത്. അത് വരുണിന് മനസ്സിലായി. വരുണും അതുപോലെ തന്നെ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു. രാധികയുടെ പിറകെ തന്നെ പോവുകയാണ് വരുണും. രാധിക മാറാല അടിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ട് പിന്നാലെ തന്നെ വരുണും. എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് രാധിക ചോദിക്കുമ്പോൾ എനിക്ക് പോവാൻ തോന്നണ്ടേ എന്ന് വരുൺ. എന്നാ പിന്നെ ഞാൻ പോകാം എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങിയപ്പോൾ വരുൺ പറയുന്നു, താൻ പോകത്തില്ല, മാറാല തലയിലേക്ക് ആവും, കളിക്കുവാണോ എന്നൊക്കെ രാധിക ചോദിക്കുന്നു. ആയിക്കോട്ടെ, ഇന്നെന്തോ തീരുമാനിച്ചുറപ്പിച്ചു എന്ന് തോന്നുന്നു, എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങുമല്ലേ എന്ന് രാധിക പറഞ്ഞു. തന്നെ ആരും ഒന്നും ചെയ്യില്ല, എന്നോട് തന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ് തനിക്ക് കാവലിരിക്കാൻ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു, പിന്നെ ഭഗവാൻ അതല്ലേ ജോലി, കൃത്യമായി കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാ. അവിടുത്തെ ഒരു സ്റ്റൂൾ നീക്കിയിട്ടിട്ട് അതിലിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ് രാധിക. മാറാല റൂമിന്റെ നടുവിലൊക്കെ മാറാല അടിക്കട്ടെ എന്ന് പറയുന്നു. എടോ, അതിന് സ്റ്റൂളൊന്നും വേണ്ട, അല്ലാതെ തന്നെ ജോലി ചെയ്യിപ്പിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് രാധിക ഇങ്ങനെ പൊക്കി എടുക്കുകയാണ് വരുൺ. എന്നിട്ടിങ്ങനെ കറക്കുന്നു. എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാധിക ബഹളം ഉണ്ടാക്കുമ്പോൾ വരുൺ പറയുന്നു, തനിക്ക് ചെയ്യാനുള്ള ജോലി പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ഇറങ്ങിയാൽ മതി. എന്നാൽ അവിടെ നിന്ന് കറങ്ങുകയാണ് രണ്ടുപേരും കൂടി. ഇത് ആരെങ്കിലും കാണും, വീട് എന്നൊക്കെ പറഞ്ഞ് രാധിക ബഹളം വെക്കുമ്പോൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ബെഡിലേക്ക് ചെന്ന് വീഴുന്നു. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം പ്രണയത്തോടെ നോക്കി നിൽക്കുന്നു. അതേ സമയത്ത് പ്രിയങ്ക അവിടേക്ക് വരികയും ആ കാഴ്ച കാണുകയും ചെയ്യുന്നു. വളരെ ദേഷ്യത്തോടെ പ്രിയങ്ക ചോദിക്കുന്നു, എന്താ ഇവിടെ? പെട്ടെന്ന് രാധിക ചാടി എണീക്കുന്നു. എന്തൊക്കെയായി ചെയ്ത് കൂട്ടുന്നത് എന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക പറയുമ്പോൾ രാധിക ഒരു പതർച്ചയോടെ പറയുന്നു, അത് ഞാൻ മാറാല അടിച്ചുകൊണ്ടിരുന്നപ്പോൾ കാല് തെറ്റി വീണു, അങ്ങനെ വരുൺ ഓടി വന്ന് അങ്ങനെ പിടിച്ചപ്പോൾ വീണതാ എന്നൊക്കെ ഇങ്ങനെ ഒരു പതർച്ചയോടെയും ഒക്കെയാണ് ഇപ്പോൾ രാധിക പറയുന്നത്. കാല് തെറ്റിയ ഉടനെ വരുൺ ഉണ്ട് അല്ലേ? ഇവിടെ ഇപ്പോൾ മാറാല അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓരോന്നും പറഞ്ഞിറങ്ങിക്കോളും, ഒന്ന് പോകുന്നുണ്ടോ എന്ന് പ്രിയങ്ക ദേഷ്യത്തോടെ രാധികയോട് പറഞ്ഞു. അങ്ങനെ ചൂലുമായി അവിടെ നിന്ന് പോവുകയാണ് രാധിക. വളരെ ദേഷ്യത്തോടെ വരുൺ പ്രിയങ്കയെ നോക്കുന്നുണ്ട്. പ്രിയങ്ക പറയുന്നു, എല്ലാവരെയും രക്ഷിക്കാൻ നടക്കുന്ന ആള് ഇതുവരെ എനിക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരാളെ നമുക്ക് രക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാളോട് നമുക്ക് ഏതെങ്കിലും രീതിയിലൊരു താല്പര്യം വേണം, ഏതെങ്കിലും രീതിയിലൊരു ബന്ധം വേണം. തന്നോട് എനിക്കിത് രണ്ടും ഇല്ലല്ലോ. അല്ല, താനെന്തിനാ എത്ര ടെൻഷൻ ആവുന്നത്? നമ്മൾ രണ്ടുപേരും നമ്മുടെ മനസ്സിലെഴുതിയ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മറിച്ചൊന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നു. വല്ലാത്ത ടെൻഷനോടെ പ്രിയങ്ക നിൽക്കുന്നു. പ്രിയങ്ക തന്നെ ചെയ്തു വെച്ച പണി തന്നെയാണ് ഇപ്പോൾ പ്രിയങ്കയ്ക്ക് അത് 8ന്റെ പണിയായി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഉടൻ തന്നെ പ്രിയങ്ക ഇപ്പോൾ മുത്തശ്ശിയെ ഫോൺ ചെയ്യുകയാണ്. മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ ചെയ്തോ, അവൻ നിന്റെ പിന്നാലെ ഉണ്ടോ എന്നൊക്കെ വളരെ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും ഒക്കെയാണ് മുത്തശ്ശി പ്രിയങ്കയോട് ചോദിക്കുന്നത്. എന്നാൽ ഒരു ടെൻഷനോടെ പ്രിയങ്ക പറയുന്നു, മുത്തശ്ശി ഒരു അബദ്ധം പറ്റിപ്പോയി. കുങ്കുമം തൊട്ടതിന് ശേഷം ആദ്യം തൊടുന്ന മറ്റൊരാളോടൊപ്പമല്ലേ വരുൺ നടക്കുന്നത്? വരുൺ തൊട്ടതിന് ശേഷം ആദ്യം കുങ്കുമം തൊടുന്ന ആള് ചേച്ചിയാണെന്ന് പറയുമ്പോൾ തന്നെ മുത്തശ്ശി ഞെട്ടലോടെ ചോദിക്കുന്നു, എന്താ നീ പറയുന്നത്?
അവൾക്കത് എന്തിനാ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, അത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാ ഞാൻ വരുണിനെ കുങ്കുമം ചാർത്തിയത്. അപ്പോൾ തന്നെ കൃത്യമായി ചേച്ചിയും അവിടേക്ക് വന്നു. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ പ്രസാദം ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര ശക്തിയുള്ള കുങ്കുമമാണെന്ന് അറിയാമോ അത്? നിന്നെയൊക്കെ എങ്ങനെയാടി ഒരു കാര്യം ഏൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വഴക്ക് പറയുകയാണ്. മുത്തശ്ശി പറ്റിയത് പറ്റി, ഇനിയിപ്പോ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാമോ എന്ന് പ്രിയങ്ക മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ചോദിക്കാമെന്ന് മുത്തശ്ശിയും. എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിലേ വിളിച്ച് പറയുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം, വരുണിനെയും രാധികയും ഇന്ന് അടുത്തടുത്ത് ഇരുത്തുക പോലും ചെയ്യരുത്. അതെങ്കിലും നിനക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് അബദ്ധം വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും നീ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറയുന്നു. യശോദ അവിടേക്ക് വന്നപ്പോഴാണ് മുത്തശ്ശി ഫോൺ വെച്ചത്. എന്താമ്മേ എന്ന് യശോദ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, ഇതിനേക്കാൾ വലിയൊരു അബദ്ധം വേറെയുണ്ടോ? എന്താമ്മേ, എന്തബദ്ധം? ആർക്കാ അബദ്ധം പറ്റിയത് എന്നൊക്കെ യശോദ ചോദിച്ചു. നിന്റെ മോളൊരുത്തി ഉണ്ടല്ലോ കണിമംഗലത്തെ രാധിക, അവളെ ജീവിച്ചിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ്. അവളൊന്ന് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വിഷമത്തോടെ യശോദ പറയുന്നു, ദൈവത്തിന് നിരക്കാത്തത് പറയല്ലേ അമ്മേ. അങ്ങനെ ചെയ്തുകൊണ്ട് അമ്മ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഉരുകേണ്ടി വന്നത്, അത് മറക്കണ്ട എന്ന് പറഞ്ഞ് യശോദ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധിക മുറ്റത്ത് നിന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയായിരുന്നു. ആ സമയം രാധിക വരുൺ തന്നെ എടുത്ത് പൊക്കിയ കാര്യമാണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. അതൊക്കെ ആലോചിച്ച് രാധിക ഒരു പുഞ്ചിരിയോടെ നിൽക്കുമ്പോഴാണ് വരുൺ പിറകിലെത്തുന്നത്. വരുൺ പുറകിൽ വന്നപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, എന്താ എന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ലേ തൻ്റെ അരികിൽ നിന്ന് പോകാൻ തോന്നുന്നില്ലെന്ന്. ഞാൻ കൂടി ചെയ്യണോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, വേണ്ട, എനിക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ തുടങ്ങുമ്പോൾ രാധിക പറയുന്നു, വേണ്ട, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ രണ്ടുപേരും കൂടി അതിനടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വാങ്ങിക്കുന്നു. അതിനിടയിൽ വരുൺ രാധികയുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്, ആ ഓസിൽ നിന്ന് തന്നെ. ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് രാധിക ഇപ്പോൾ അത് വാങ്ങിച്ച് വരുണിന്റെ ദേഹത്തും ഒഴിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ കുറെ നേരം കൊണ്ട് തന്നെ രണ്ടുപേരും അവിടെ നിന്ന് പരസ്പരം വെള്ളം ഒഴിച്ച് കളിക്കുകയാണ്. അതിനിടയിൽ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്, വീണ്ടും ഒരു പ്രണയത്തോടെ തന്നെ. അതേസമയം പെട്ടെന്ന് പ്രിയങ്ക അവിടേക്ക് വരുന്നു. വരുൺ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പ്രിയങ്ക വിളിക്കുന്നു. എന്താ ചേച്ചി ഇത് എന്നെ ദേഷ്യത്തോടെ പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, അത് ചെടിക്ക് വെള്ളം ഒഴിച്ചപ്പോൾ അറിയാതെ കുറെ നേരം കൊണ്ട് തുടങ്ങിയതാണല്ലോ, അറിയാതെ. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് കരുതരുത്. ചെടി നനയ്ക്കേണ്ട, അത് കഴിഞ്ഞ് ഉണങ്ങിക്കോട്ടെ, പോകുന്നുണ്ടോ അകത്ത് എന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക രാധികയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ രാധിക അകത്തേക്ക് പോകുന്നു. എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ വരുൺ. എന്തിനാ ചേച്ചിയുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത് എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു, ഞാൻ എവിടെ പോയാലും താൻ എന്തിനാ എൻ്റെ പിറകെ വരുന്നത്? എനിക്ക് അവകാശമുള്ളത് കൊണ്ട് എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു, അവകാശമുണ്ടല്ലോ, കണിമംഗലത്ത് നിനക്ക് നല്ല അവകാശമുണ്ടല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേ, ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അകത്തേക്ക് വാ, ഇത് മുഴുവനും ചെയ്തിട്ട് അകത്തേക്ക് വന്നാൽ മതി, നല്ലോണം നനയ്ക്കണേ എന്നൊക്കെ പറഞ്ഞ് ആ ഓസ് എടുത്ത് പ്രിയങ്കയുടെ കയ്യിൽ കൊടുക്കുകയാണ് വരുൺ. എന്നാൽ പ്രിയങ്ക എടുത്ത് കളയും തോറും പിന്നെയും വരുൺ എടുത്ത് പ്രിയങ്കയുടെ കയ്യിൽ പിടിപ്പിച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ വരുൺ അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് മുത്തശ്ശി പ്രിയങ്കയെ വിളിച്ചു. മോളെ, ഞാൻ അയാളെ വിളിച്ചു, ഇന്നെ അതിനെ മറുകൃതി ചെയ്യാൻ സാധിക്കില്ലെന്നാ പറയുന്നത്. അവർ തമ്മിൽ കാണാതിരിക്കാൻ നോക്കിയാൽ മതി. നീ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ട് എന്നെ നീ വിളിക്കരുത്. ദിവ്യശക്തിയുള്ള കുങ്കുമം എത്ര ദൂരത്ത് നിൽക്കുന്നവരെയും ഒന്നിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. നീ സൂക്ഷിച്ചോ, നിന്റെ ജീവിതം വെച്ചുള്ള കളിയാണെന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ വെക്കുമ്പോൾ വളരെ നിരാശയോടെയും വിഷമത്തോടെയും ടെൻഷനോടെയും പ്രിയങ്ക നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ദേഷ്യത്തോടെയും. പിന്നീട് കാണിക്കുന്നത് രാധിക ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ തുണി മടക്കിക്കൊണ്ടിരിക്കുന്ന സമയം പ്രിയങ്ക ദേഷ്യത്തോടെ രാധികയുടെ മുറിയിലേക്ക് വന്നിട്ട് പറയുന്നു, ചേച്ചി ഇതിനെ എപ്പോഴും വരുണിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്? ഞാൻ കരുതി കൂട്ടി അങ്ങനെ ചെയ്യുന്നതല്ല. എന്തെങ്കിലും ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വരുൺ അടുത്തേക്ക് വരും, എന്തെങ്കിലും വിശേഷം ചോദിക്കും, കൂടുതൽ നിന്നെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇരിക്കേട്ട് പ്രിയങ്ക പറയുന്നു, എന്നെക്കുറിച്ച് വരുൺ എന്ത് ചോദിക്കാനാ? ഞങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ചേച്ചി കാണാറില്ലേ? ഞാൻ ചേച്ചിയോട് ദേഷ്യപ്പെടാറുണ്ട്, പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട്. അതിന് പ്രതികാരം ചെയ്യേണ്ടത് എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ടല്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, പിന്നെ എങ്ങനെ പറയണം? ചേച്ചി അവസരം മുതലെടുക്കുകയാണെന്ന് പറയാത്തത് എൻ്റെ മര്യാദ കൊണ്ടാ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേച്ചിയോട് പറയാം, ഇന്നിനി ചേച്ചി വരുണിനെ കാണരുത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് വരുൺ മറ്റൊരു പെൺകുട്ടിയെ കാണുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാ പറഞ്ഞത്. അതനുസരിക്കാൻ പറ്റുമോ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, ശരി, ഞാൻ കാണില്ല. വരുൺ ചിലപ്പോൾ ചേച്ചിയെ കാണാതിരിക്കുമ്പോൾ അന്വേഷിച്ചു വന്നെന്നിരിക്കും, വാതിൽ മുട്ടിയെന്നിരിക്കും. ചേച്ചി ഒരിക്കലും വാതിൽ തുറക്കരുത് എന്ന് പറയുന്നു. ഇല്ല, നാളെ നേരം വെളുക്കുന്നതുവരെ ഞാൻ ഈ മുറിയിൽ തന്നെ ഇരുന്നോളാം, പോരെ എന്ന് രാധിക. ചേച്ചിക്ക് അറിയാലോ, മനസ്സിൽ ചില ആഗ്രഹങ്ങൾ സൂക്ഷിച്ചു എന്നല്ലാതെ ഞാൻ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കോളേജിൽ പഠിക്കാൻ പോയെടുത്തോ മ്യൂസിക് കോളേജിലേക്കോ ഏതെങ്കിലും ഒരാളുമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായോ? അതിന്റെ പേരിൽ അച്ഛനും അമ്മയും വേദനിക്കേണ്ടി വന്നിട്ടുണ്ടോ?
സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ മുന്നേ ഉള്ള മോഹമാണ്. ഇപ്പോഴും അതേ മോഹം എൻ്റെ മനസ്സിലുണ്ട്. അതൊരു വലിയ തെറ്റല്ലല്ലോ. പക്ഷേ വരുണും ബാക്കിയുള്ളവരും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ഈ ലോകത്ത് ഏറ്റവും വലിയ ചീത്ത പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എന്നെയും ചേച്ചിയും താരതമ്യം ചെയ്യും. എന്നിട്ട് മാർക്കിടും രാധിക പ്രിയങ്കയേക്കാൾ മേലെയാണ്. കേട്ടു നിൽക്കുന്ന എനിക്ക് എന്ത് വിഷമമുണ്ടെന്നറിയോ? ഇവിടെ ഈ കണിമംഗലത്ത് എൻ്റെ ഭർത്താവ്, ഭർത്താവിൻ്റെ അച്ഛൻ, മുത്തശ്ശി എല്ലാവർക്കും ചേച്ചിയെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ മത്സരമാണ്. അപ്പോഴേക്ക് എൻ്റെ അവസ്ഥ എന്താണെന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് നിന്നെയും ഇഷ്ടമാണല്ലോ എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചേച്ചി ഓരോന്ന് പറയണ്ട. അവർക്കാർക്കും എന്നെ ഇഷ്ടമല്ല. ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഞാൻ നോക്കുന്നത്. ചേച്ചിക്ക് അറിയാലോ, ഇവിടെ എനിക്ക് സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ് ആറ്റുവാശ്ശേരിയിലേക്ക് വന്നാൽ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും? അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കോ? എല്ലാം കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ ദിവസം, ഈ ഒരു ദിവസമെങ്കിലും ചേച്ചി വരുണിനെ കാണാൻ പാടില്ല. ശരി, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പുറത്തിറങ്ങില്ല. നീ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്ന് രാധിക പ്രിയങ്കയോട് പറഞ്ഞു. എന്നെ സംശയിക്കരുത് എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സത് കേൾക്കില്ല. പക്ഷേ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ, മുത്തശ്ശി ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിനൊന്നും സംഭവിക്കരുതെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട്. പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയെ പറഞ്ഞു വിടുമ്പോൾ പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു. വിഷമത്തോടെ നിൽക്കുകയാണ് രാധിക. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.